ഹായ് ഓൾ, കെമിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൊല്യൂഷനിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി സൊല്യൂഷനിലെ 3 MCQ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. First question, properties which depends upon the number rather than the nature of the particles in a solution are called. Option A, intensive properties. Option B, extensive properties. Option C, colligative properties. And option D, none of the above. ഇവിടെ correct answer option C, colligative properties ആണ്. Next question, colligative properties of the solutions are those properties which depends on option A, nature of the solvent. Option B, number of the particles. Option C, nature of the particles. Option D, shape of the particles. അപ്പോൾ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷന്റെ പ്രോപ്പർട്ടിയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആർ ദ പ്രോപ്പർട്ടി ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സൈസ്, കളർ, mass, nature and reactivity. That is only depend on the number of solute particle. അതായത് ഇവിടെ ഒരു 3 ബീക്കർ എടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതായത് ഈ 3 ബീക്കറിലും ഈക്വൽ വോളിയത്തിലായിരിക്കും വാട്ടർ എടുത്തിരിക്കുന്നത്. അതായത് ഓരോ ലിറ്റർ വീതം വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഡിഫറൻറ്റ് സൊല്യൂട്ടുകൾ ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് ബീക്കറിൽ 1 മോൾ യൂറിയ ആഡ് ചെയ്യുന്നു, സെക്കൻഡിൽ 1 മോൾ കെയിൻ ഷുഗർ ആഡ് ചെയ്യുന്നു, തേർഡിൽ 1 മോൾ ഗ്ലൂക്കോസും ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഈ ആഡ് ചെയ്യുന്ന 3 സൊല്യൂട്ടുകൾക്കും സെയിം മോളാർ മാസ് ആയിരിക്കുമോ? അല്ല, ഇവരുടെ മോളാർ മാസ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് യൂറിയയുടെ കേസ് എടുക്കുമ്പോഴത്തേക്ക് യൂറിയയുടെ മോളാർ മാസ് എത്ര ആയിരിക്കും? 60 ഗ്രാം ആയിരിക്കും. കെയിൻ ഷുഗറിൻ്റെ ആണെങ്കിൽ എത്ര ആയിരിക്കും? 342 ഗ്രാം ആയിരിക്കും. ഗ്ലൂക്കോസ് ആണെങ്കിൽ 180 ഗ്രാമും ആയിരിക്കും. അപ്പോൾ ഇവരുടെ മോളാർ മാസിന് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഈ 3 ടൈപ്പ് സൊല്യൂട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പം ഇവരുടെ പ്രോപ്പർട്ടീസിനും വ്യത്യാസമായിരിക്കുമല്ലോ, അവരുടെ റിയാക്ടിവിറ്റിക്കും വ്യത്യാസമായിരിക്കും. റിയാക്ടിവിറ്റി ഡിഫറെൻറ്റ് തരത്തിലായിരിക്കും. അതായത് ഈക്വൽ വോളിയത്തിൽ ഒരു ബീക്കറിലോട്ട് ഡിഫറൻറ്റ് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ അവർ റിയാക്ടിവിറ്റി വ്യത്യാസപ്പെടാം, എടുക്കുന്ന സൊല്യൂട്ടുകൾ അതിൻ്റെ നേച്ചർ മൊത്തത്തിൽ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കാം. ബട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, എന്താണ്? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ അവിടെ എത്ര ഉണ്ടോ അത് മാത്രമേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നോക്കുന്നുള്ളൂ. അതായത് ഈ 3 ബീക്കറിലും എന്താണ് ഡിഫറെൻറ്റ് സൊല്യൂട്ടുകൾ ആഡ് ചെയ്തു. അപ്പം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നോക്കുമ്പം ഈ 3 ബീക്കറിലെയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഈക്വൽ ആയിരിക്കും. ഇൻ ദീസ് 3 കേസ് നമ്പർ ഓഫ് മോൾസ് ആർ സെയിം, സോ ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ സെയിം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓൺലി ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a colligative properties? Option A, relative lowering of vapor pressure. Option B, osmotic pressure. Option C, elevation of boiling point. Option D, optical activity. Colligative property യിൽ വരുന്നത് relative lowering of vapor pressure, elevation of boiling point, depression of freezing point and osmotic pressure. ക്വസ്റ്റ്യൻ നോക്കുമ്പം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരാത്തത് ഓപ്ഷൻ ഡി, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ്. അത് ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ഏതാണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ഓപ്ഷൻ ഡി, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ് കറക്റ്റ് ആൻസർ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരാത്തത് ആരാണ്? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് non-volatile solute is directly proportional to mole fraction of solute. Above statement is option A, Le Chatelier's principle. Option B, Raoult's law. Option C, Henry's law. Option D, none of the above. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, റൗൾട്ട്സ് ലോ ആണ്. നമുക്ക് എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം.
ഈ റിലേറ്റീവ് ലോവറിങ് എന്താണെന്ന് പറയുമ്പം ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യണേ. അതായത് സപ്പോസ് ഒരു ബീക്കറിൽ കുറച്ച് സോൾവെന്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ സോൾവെന്റിന്റെ പ്രത്യേകത എന്താണ്? അതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം തന്നെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെ ആയിരിക്കും? ഒരു മിനിമം. അപ്പോൾ അവര് വേപ്പറൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇനി ഇതേ സോൾവെന്റിലേക്ക് എന്ത് ചെയ്യുന്നു? സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് സൊല്യൂഷനായിട്ട് മാറും. അതായത് സോൾവെന്റിലെ പോലെ ഒരേ പാർട്ടിക്കിൾസ് ആണോ ഇപ്പോൾ ഉള്ളത്? അല്ല, ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ആയി ഇപ്പോൾ. അതായത് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ പ്യുവർ സോൾവെന്റിനേക്കായിട്ടും എങ്ങനെയായിരുന്നു ഇൻട്രാക്ഷൻ കൂടി. ഏതില്? സൊല്യൂഷനില്. അപ്പൊ അവര് വേപ്പറൈസ് ചെയ്യാൻ, അതായത് സൊല്യൂഷൻ വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി എവിടെയും ചെയ്തു? കുറഞ്ഞു. ഏത്? പ്യുവർ സോൾവെന്റിനെ അപേക്ഷിച്ച്. അപ്പൊ പ്യുവർ സോൾവെന്റിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഈസി ആയിട്ട് വേപ്പറൈസ് ചെയ്യാം. എന്നാൽ സൊല്യൂഷന്റെ കേസിൽ വേപ്പറൈസിങ് ടെൻഡൻസി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അതാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു P0 മൈനസ് P. അതായത് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സോൾവെന്റിന്റെയും സൊല്യൂഷന്റെയും വേപ്പർ പ്രഷറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ വിത്ത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. ഇനി എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു റൗൾസ് ലോ പ്രകാരം റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് Chi-B. അതായത് P0 മൈനസ് P ഡിവൈഡഡ് ബൈ P0 directly proportional to Chi-B. Chi-B is the mole fraction of solute. മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് എന്താണ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഓർ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ സൊല്യൂഷൻ. ഇനി ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. The expression is called P0 minus P divided by P0 is called option A average vapor pressure, option B lowering of vapor pressure, option C relative lowering of vapor pressure, option D none of the above. ഏതാണ് കറക്റ്റ് ആൻസർ? P0 മൈനസ് P ഡിവൈഡഡ് ബൈ P0 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഏതാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ പ്രഷറാണല്ലേ. Next question. According to Raoult's law, the relative lowering of vapor pressure for a solution is equal to option A moles of solute, option B moles of solvent, option C mole fraction of solvent, option D mole fraction of solute. Correct answer ഏതാണ്? mole fraction of solute. The relative lowering of vapor pressure is directly proportional to മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞില്ലേ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ ഉണ്ട്, കൂടാതെ തന്നെ ബാക്കി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് രേഖപ്പെടുത്തുക. താങ്ക് യു.